ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു സൗത്ത് ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് കേട്ടോ വീഡിയോ ഇടാൻ വൈകിയത്. അപ്പോൾ എൻജോയ്. അങ്ങനെ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിയിലെത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഈ വണ്ടികൾ കൂടാതെ ബസ്സുകൾ കുറേ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറേ ദൂരം വരണം. ടിക്കറ്റ് എടുക്കാൻ തന്നെ കുറേ ദൂരം വരേണ്ടി വന്നു. ഇതാണ് എൻട്രൻസ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി അകത്ത് കയറാൻ പോവാണ്. അപ്പോൾ അവരുടെ ബസ്സുകളുണ്ട്. അപ്പോൾ ഓരോ ബസ്സിലായിട്ട് നമ്മളെ കയറ്റും. ഇവിടെ കുറേ ഷോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 12 മണിക്ക് സ്റ്റൺ ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടെയാണ് സ്റ്റൺ ഷോൻ്റെ സ്ഥലം. വൈൽഡ് വെസ്റ്റ് സ്റ്റൺ ഷോ 12 മണിക്കാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 20-25 മിനിറ്റ് എടുക്കും. അപ്പോൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണോ? ഇവിടെ 12:30 ഇതിൻ്റെ അകത്താണ് കേട്ടോ ഷോ. പക്ഷേ ഇപ്പം നമുക്കൊരു ഓൾമോസ്റ്റ് 3/4 മണിക്കൂറുണ്ട് ഫ്രീ. പക്ഷേ ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട്. നമ്മളിവിടുത്തെ ഷോ കഴിഞ്ഞിട്ട് ആ ബസ്സിൽ കയറിയാൽ കുറേ ആൾക്കാരാകുമ്പോഴേക്കും അത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകും നമ്മളെ. അപ്പോൾ അതുവരെ നമ്മളിവിടെ പോസ്റ്റാണ്. അപ്പോൾ കുറേ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നടന്ന് കാണാം എന്ന് വിചാരിച്ചു. സ്പിരിറ്റ് ഓഫ് രാമോജി ഷോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാം. ഇവിടെ ഒരു ഡാൻസ് പോലത്തെ എന്തോ സ്റ്റേജ് ഷോ ആണ് ബേസിക്. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living ain't never gonna. ഇനി പോകുന്നത് മൂവി മാജിക് ഷോ ആണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ കാണാം. ഇത് മൂവി മാജിക്കിൻ്റെ കേട്ടോ. നല്ല തിരക്ക് കുന്തുന്നതാണ് ഇവിടെ. ഇതിൻ്റെ അകത്തിന് വേറെ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് അല്ല, ലൈക്ക് വേറെ സാധനമുണ്ട്. അടുത്ത നമ്മൾ ആക്ഷൻ എന്തോ സംഭവം ഷോ കാണാൻ പോവാണ്. നെക്സ്റ്റ് ഷോ അതും ഫുൾ ഹൗസാണ്. ആക്ഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഫുൾ ഹൗസ്. Good afternoon. Good afternoon. Welcome to shooting stage. आप सबको तो पता है you all are in shooting theater. Now today you all are going to get a first-hand experience of movie making. So गाड़ी को लेफ्ट राइट करके रेस करिए. धीरे धीरे चलाइए. आ गए हैं स्टार्स पर्दे के ऊपर. They are on the screen. बैलेंस रखिए सर. पैरों के ऊपर बैलेंस रखिए. गाड़ी को लेफ्ट राइट सिंग. ഇതൊരു വലിയൊരു ഏരിയ ആണ് കേട്ടോ. നമ്മളൊരു റൂം സ്പേസിലേക്ക് ചെല്ലുമ്പോൾ വാൾസ് ക്ലോസ്ഡ് ആയിരിക്കും. അവിടുത്തെ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഈ വാൾ ഓപ്പൺ ആവും. നമ്മൾ നെക്സ്റ്റ് സ്പേസിലേക്ക് गाड़ी शब्द में हवा का आवाज है. नाउ दिस वन ये बोलिए.
Thunder, बिजली का आवाज, उर्मुल शब्दम. Rain, बारिश, वर्षम. तो दोस्तों ഈ സ്പേസിലെത്തിയപ്പോൾ വിഷ്വൽസ് കാണിച്ചിട്ട് ലൈവായിട്ട് ഇവരെ കൊണ്ട് ഈ സൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഇവർ ആക്ട് ചെയ്തതും ഇവർ ക്രിയേറ്റ് ചെയ്ത സൗണ്ടും എല്ലാം വെച്ചിട്ട് ഒരു മൂവി പോലെ കാണിച്ചു. സോ പണ്ടൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സെഷനാണ് കേട്ടോ ഇത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം ഇവിടുത്തെ കുറച്ച് ഷോ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 2:15 നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഫുഡ് കോർട്ട് പോലത്തെ സംഭവമുണ്ടോ, റെസ്റ്റോറൻറ്റ്സ്, കുഞ്ഞു കുഞ്ഞു ഡൈനിങ്ങൊക്കെ. അപ്പോൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു വെജ് കോംബോ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിംചി സാലഡൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹൈദരാബാദി ബിരിയാണി കൂടിയും പറഞ്ഞു. ഞങ്ങൾ ബസ്സിൻ്റെ അകത്ത് കയറി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ പോകാം. ഇത് മറ്റേ ലണ്ടൻ ബസ്സിൻ്റെ മോഡലിലുള്ള ബസ്സാണ്. ഫ്രണ്ട് സീറ്റ്. Left side, black color stage and the garden, limelight garden. It's perfect for corporate events and award ceremonies. Corporate event और award ceremony के लिए use किया जाता है. Welcome to North India. North India में आप सबका स्वागत है. These all are North Indian settings. ये सारे North Indian settings. Left side सामने देखिए. North India settings ആണ്. One Attar Inti Dalari Sunanda's house, Telugu movie है. Second काजल्स बल्गेरिया हाउस फ्रॉम द मूवी दिल वाले, जय हो में भी देख सकते हैं. लास्ट वाले घर को आप बॉडीगार्ड मूवी में देख सकते हैं. मूवी में दिखाते हैं ना हीरो कहाँ आ जाता है, The Ladies Central. क्योंकि अंदर ब्यूटी पार्लर है. आप इसे जवान मूवी में देख सकते हैं. ഇതൊരു സിനിമയുടെ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കാൻ വളകളും കട ഏതോ ഒരു ഫിലിമിൻ്റെ സെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ വരെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ഇവിടെയാണ് മറ്റേ കട്ടപ്പ ബാഹുബലിനെ കൊല്ലുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത്. ആണ് റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിട്ട് സെൻട്രൽ ജയിലിന്റെ കുറേ സിനിമകൾ ട്രിപ്പിൾ ആർ, CID മൂസ, ദൃശ്യം ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ഈ ബിൽഡിങ്സ് ഒക്കെ വലിയ വലിയ ഷൂട്ടിംഗ് സെറ്റുകളാണ്. അതിൻ്റെ അകത്ത് ഫുൾ ഇൻഡോർ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇത് ഭാഗവതം സെറ്റ്, രാമായണം അങ്ങനത്തെ മിത്തോളജിക്കൽ സീരീസും ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സെറ്റാണ് ഇത്. ഇപ്പൊ നമ്മള് ബാഹുബലി സെറ്റിലേക്ക് കയറാം കേട്ടോ. അയ്യോ, അതാണ് അവിടെ മറ്റേ ദേവസേനനെ നിർത്തിയിട്ടെടുത്ത ആ സീൻ. അവിടെ ഇവർ അവരുടെ സ്റ്റാച്ചു പണിതിട്ടുണ്ട്. ഓരോ മെയിൻ സീനിലും അവരുടെ എങ്ങനെയായിരുന്നിരുന്നത് നോക്കാൻ വെച്ചിട്ട്.
ഇവിടുത്തെ എല്ലാ മെനുവും കണ്ടോ. അവന്തിക്ക ലെമണേഡ്, കാലക്കേയ ലെമണേഡ്. ബിരിയാണീൻ്റെയൊക്കെ പേര് കോമഡിയാണ്. ദേവസേന ബിരിയാണി, മഹേന്ദ്ര ബാഹുബലി ബിരിയാണി, അമരേന്ദ്ര ബാഹുബലി ബിരിയാണി. ഇത് യൂറോപ്യൻ സ്ട്രീറ്റ്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും യൂറോപ്യൻ സ്റ്റൈലിൽ ആണ്. ഒരു സ്ട്രീറ്റ് കാണിക്കുന്ന ഒരു സ്ട്രീറ്റ്. ഇതിൻ്റെ അകത്ത് VR ഷൂട്ടിൻ്റെ സംഭവമാണ്. And also you can see our artist wearing a special costume which has the sensor on it. हमारा आर्टिस्ट अलग किस्म का कॉस्ट्यूम पहना और ड्रेस की तरह चेक के ऊपर भी है सेंसर्स और सेंसर्स की वजह से आपको ये चेक बड़े पत्थर दिखती है आपको स्क्रीन के ऊपर. This is the first attraction. ഇത് മോഷൻ ക്യാപ്ചറിൻ്റെ ടെക്നോളജിയാണ് അവർ കാണിച്ചത്. എങ്ങനെയാണ് അവതാർ സിനിമയിലൊക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. ഇനി അടുത്തത് വെർച്വൽ റിയാലിറ്റിയുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് വെർച്വൽ ഷൂട്ട്. ഓക്കെ, അവിടെ ലണ്ടൻ. ഇത് അയച്ചത് ഇങ്ങനെ അയച്ചിട്ട് നമ്മൾ ലണ്ടനിലെത്തി എന്ന് പറഞ്ഞാൽ ലണ്ടനിലെത്തി. ഹണിമൂണിന് ലണ്ടനിൽ പോയി എന്ന് പറയാൻ പിടിക്കണോ? നീ നോക്കി. യൂറോപ്യൻ സ്ട്രീറ്റുകളിലൂടെ ഞാൻ നടക്കുന്നു. ഇത് എയർപോർട്ടിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പിംഗ് പോയിന്റ്, അസ്കാരി ഗാർഡൻ. ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക്, ബേർഡ് പാർക്ക്, പിന്നെ എന്തോ ഗാർഡൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. ഇതിൻ്റെ അകത്ത് ഫുൾ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ, ലൈവ് ബട്ടർഫ്ലൈകൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ബട്ടർഫ്ലൈന് മുകളിലാണ് കേട്ടോ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലായിട്ട് പറക്കുന്നുണ്ട്. അടുത്തത് ഒരു ബേർഡ് മ്യൂസിയം. അങ്ങനെ അയ്യോ, ബേർഡ് മ്യൂസിയം. ഓ, ഇവിടെ വാട്ടർഫോളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലെമിംഗോ, ഫ്ലെമിംഗോസ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കിളികളുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ കുറേ തത്തകളുടെ വെറൈറ്റി, കോക്കറ്റു, കുറേ കിളികളുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി കിളിയാണ്. ഇത് ബ്ലൂ ക്രൗൺ പിജിയൻ. നല്ല സൈസ് ഉണ്ട്. തലയിൽ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് ഫ്രീ റേഞ്ച് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് തുറന്നിട്ടേക്കാം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പറക്കും. ചിലത് കൂട്ടിലിട്ടിട്ടുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ ഓപ്പണാണ്. വലിയൊരു മതിൽ. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിൽ? എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഒരു പോണ്ടിൻ്റെ ഒരു സെറ്റപ്പും ഒക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ എല്ലാ ലൊക്കേഷനും കഴിഞ്ഞു, എല്ലാ സ്റ്റോപ്പ് പോയിൻറ്റ്സും കഴിഞ്ഞു. ഇനി ബസ്സിൻ്റെ അങ്ങോട്ട് പോകണം. ഇനി ബസ്സിൽ നമ്മൾ ആദ്യം ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയത് യുറേക്ക എന്ന് പറഞ്ഞൊരു പോയിന്റിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ ലാസ്റ്റ് ഒരു ക്ലോസിങ് സെറമണി കൂടിയുണ്ട്. അതോടുകൂടി എല്ലാ പരിപാടിയും കഴിയും. നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് യുറേക്കയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു ബസ് കയറും. അങ്ങനെ 6 ബസ് ചേഞ്ച് ഉണ്ട്. 6 ബസ് ചേഞ്ചുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. ഭാഗ്യത്തിന് മഴയില്ല. അല്ല, മഴ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ചാറി, പക്ഷെ അതല്ലാതെ വലിയ മഴയില്ല, വെയിലുണ്ടായിരുന്നില്ല. അപ്പം നടക്കുന്ന സമയത്തൊക്കെ വെയിലും കൂടി ഇല്ലാത്ത കാരണം വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല.
ഇവരിങ്ങനെ പോയിന്റുകളിൽ നിർത്തുമെങ്കിലും നമുക്ക് ആക്ച്വലി അവിടെ ഇറങ്ങിയിട്ട് നടക്കാനൊക്കെ ആയിട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ. കുറേ ഏരിയകളുണ്ട്, കുറേ ഗാർഡനുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, എവിടെ എന്തോരം എക്സ്പ്ലോർ ചെയ്യണം, എവിടെയൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ളത്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാണാൻ കുറേ കാഴ്ചകളൊക്കെ ഉള്ള ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണ് ഈ രാമോജി ഫിലിം സിറ്റി. നന്നായിട്ട് നടക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ റെഡി ആയിട്ട് വരാണെങ്കിൽ നമുക്ക് കുറേ കാഴ്ചകൾ കണ്ട് നടക്കാം. ഞങ്ങൾ 1 ഡേയിലാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു 2 ഡേയ്സ് സ്പെൻഡ് ചെയ്യാനുള്ള അത്ര സംഭവങ്ങളുണ്ട്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. അപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും വന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.